ബൈക്ക് KTM ആണ് അന്ന് ഉണ്ടായത്. രാഹുൽ ഗാന്ധി ഓൾസോ ഹാവ് എ KTM. പുള്ളി ബൈക്ക് സ്വന്തം ബൈക്കാണ്, അത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു KTM വന്നു. പിന്നെ റൈഡ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് യാഥാർത്ഥ്യമാണെന്ന്. കാരണം ഫുൾ ടൈം ബൈക്ക് ഓടിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് ഓടിച്ചിട്ട്, കാരണം നമ്മൾ 5 ബൈക്ക് 6 ബൈക്കാണ്, 10-40 കോൺവോയ് ഉണ്ട്. അത് ഭീകരമായിട്ടുള്ളൊരു മൊമെൻ്റാണ് ലൈഫിൽ. ഇനി അത് ജീവിതത്തിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ പിന്നിൽ കുറേ വണ്ടികൾ നമുക്ക് നോക്കിയാൽ തീരില്ല, അത്ര കാറും അല്ല, ഫുള്ള് ഭീകരത സെറ്റപ്പ് പട്ടാളക്കാർ. ഇങ്ങനെയാണ് റൈഡ്. നമ്മളിങ്ങനെ 5-6 ബൈക്ക് മാത്രമാണ് ലളിതാക്ക റോഡുകൾ അറിയാലോ. അങ്ങനെ അപ്പോഴും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇത്രയും സമയം ഓടിക്കുന്നത് വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ട് PR ആക്ടിവിറ്റി ആയിട്ട് രാഹുൽ ഗാന്ധിനെ കാണാം. പക്ഷേ പിന്നെ പറഞ്ഞു വന്നപ്പോൾ സത്യത്തിൽ ഫ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി, നേരെ ലേക്ക് പോയി. പിന്നെ റൈഡ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് യാഥാർത്ഥ്യമാണെന്ന്. കാരണം ഫുൾ ടൈം ബൈക്ക് ഓടിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് ഓടിച്ചിട്ട്, കാരണം നമ്മൾ 5 ബൈക്ക് 6 ബൈക്കാണ്, ലളിതാക്ക റോഡുകൾ അറിയാലോ. അങ്ങനെ പുള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ ഓടിച്ചു. ഫസ്റ്റ് ഡേ തന്നെ ഓടിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് PR ആക്ടിവിറ്റി അല്ല, കുറച്ച് ഭ്രാന്തുണ്ട് ആൾക്ക്. ആൻഡ് വെരി ഗുഡ് പേഴ്സണാലിറ്റി. നമ്മൾ കാണുന്ന പോലത്തെ കഥാപാത്രമൊന്നുമല്ല. നമ്മൾ ആളെ ഫാനൊന്നും ആയിരുന്നില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് തുടങ്ങി. കാരണം എന്താ പറഞ്ഞാൽ ആ ഓറുണ്ട് ആൾക്ക്. നമ്മളെ പോലെ തന്നെ ചാടി കളിക്കുന്നുണ്ട്. പിന്നെ ആൾ സ്റ്റോറികളൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ പിന്നെ ആളെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത സ്റ്റോറികളാണ് പറയാറ്. അത് പ്രസംഗിക്കല്ലല്ലോ ആള്. പേഴ്സണലി ഒരു ഫ്രണ്ട് സർക്കിളിനോട് പറയുന്ന പോലെ മുത്തശ്ശീൻ്റെയും മുത്തശ്ശൻ്റെയും വീട്ടിലെ പഴയ കഥ, ഇതൊക്കെ ആരൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കഥകളാണോ? അങ്ങനത്തെ ഭയങ്കരമായ കഥകൾ